കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് തലയോറപ്പറമ്പ് സ്വദേശിയായ ബിന്ദു മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. പലയിടങ്ങളിലും ഈ ബിന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നു. മലപ്പുറത്തു നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എന്ന് മനസ്സിലാക്കുന്നു. ഗോകുൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മലപ്പുറത്ത് പ്രതിഷേധ സമരം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനവുമായി ഇപ്പോൾ മലപ്പുറം കുന്നമ്പല ടൗണിലേക്ക് എത്തിയിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിന്റെ കോലവുമായാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചെത്തിയത്. അല്പസമയത്തിനകം തന്നെ ഈ മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളതാണ്. DCC ഓഫീസിൽ നിന്നാണ് പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. ഈ ആരോഗ്യവകുപ്പിന്റെ ശക്തമായ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. നിരനിരയായി ഓരോ ദിവസങ്ങളിലും ആരോഗ്യവകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചകളും ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ സംഘടനയായ യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെച്ച് ഒഴിയണമെന്നുള്ളതാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത്. ഇതോടുകൂടി ഇത് ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിന്റെ കോലവുമായി എത്തിയ പ്രവർത്തകർ അല്പസമയത്തിനകം തന്നെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. വലിയ പ്രതിഷേധമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇവിടെയും പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളതാണ്. വളരെ രാഷ്ട്രീയമായി തന്നെ സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം ഒരു അടിക്കടി ഉണ്ടാകുന്ന സംഭവങ്ങൾ പ്രധാനമായും ഉയർത്തിക്കാണിക്കുക, അതുവഴി സർക്കാരിന്റെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ മലപ്പുറം കുന്നുമലിലും ഈ പ്രതിഷേധം നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് ഒരു പ്രതിഷേധിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഗോകുൽ. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ബിന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ഏറ്റുവാങ്ങുവാനായി ബന്ധുക്കളും ഒപ്പം ജനപ്രതിനിധികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്.